ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 24-ാമത്തെ തിരുവചനം. എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. സമ്പന്നതയുടെ നടുവിൽ എല്ലാം ഉണ്ട് എനിക്ക് എന്ന മൂഢലോകത്തിൽ, ഒന്നിനും എനിക്കൊരു കുറവുമില്ല എന്ന ചിന്തയിൽ ഈ ലോകം നൽകുന്ന സംതൃപ്തിയുടെ നടുവിൽ കഴിയുന്ന ഓരോരുത്തരോടുമായി നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ശാസന വചനം: എൻ്റെ ധനം, എൻ്റെ ഭൂസ്വത്ത്, മറ്റുള്ളവരെക്കാൾ ക്ഷേമമായ എൻ്റെ വീട്, എൻ്റെ ബിസിനസ്, എൻ്റെ നല്ല ശമ്പളം തരുന്ന ജോലി, എൻ്റെ കുടുംബാംഗങ്ങളുടെയും ജീവിത സൗകര്യങ്ങൾ, എൻ്റേത് മാത്രം എന്ന് കരുതി കെട്ടിപ്പിടിച്ചിരിക്കുന്ന എനിക്കുള്ളതെല്ലാം, അത് എൻ്റെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും വളരെ സേഫായി അവർക്ക് അവകാശപ്പെടുത്തി അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വെമ്പുന്ന നമ്മിൽ ചിലരെങ്കിലും, എൻ്റെ പൂർവികർ ലോപിച്ച് എനിക്കുണ്ടാക്കി തന്നത് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ, ഒന്നും ആർക്കും ഉപകാരപ്പെടാത്ത വിധത്തിൽ വീണ്ടും ഞാനും ലോപിച്ച് ജീവിക്കുമ്പോൾ, ഞാനും ഒരു അറുപിശുക്കനായി ജീവിച്ച് 6 അടി മണ്ണിലേക്ക് യാത്ര പോകുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഞാൻ ഇന്ന് ആരാണ്? വലിയ അല്ലലില്ലാതെ നല്ല നിലയിൽ കഴിയുന്ന, ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ ഇട നൽകാത്ത ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള എല്ലാവരോടുമായി നമ്മുടെ കർത്താവ് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു ശാസനം. കേൾക്കുവാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചായിരിക്കാം കർത്താവ് ഈ മൊഴി ഉച്ചരിച്ചത്. എന്താണ് കർത്താവിന് ഇങ്ങനെയുള്ളവരോട് പറയാനുണ്ടാകുക? നിങ്ങൾ ഈ ലോകത്തിൽ തിരക്കേടില്ലാത്ത നല്ല ജീവിതം നയിക്കുന്നവരാണോ? എങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് അടുത്ത തലമുറയ്ക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിധത്തിൽ നിക്ഷേപം സൂക്ഷിക്കുവാനല്ല, മറിച്ച് ഒരല്പസ്വല്പം നിങ്ങൾക്കായും സൂക്ഷിച്ചുകൊള്ളുവിൻ. എവിടെയാണ് ആ ഒരല്പസ്വല്പം നമ്മൾക്കായി സൂക്ഷിക്കേണ്ടത്? സ്വർഗത്തിൽ. അതെ, അവൻ ആഗ്രഹിക്കുന്നു നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമ്പന്നനാകുവാൻ, അവൻ്റെ കണ്ണുകളിൽ നാം ഒരു ധാരാളിയാകുവാൻ. എങ്ങനെ ധാരാളിയാകുവാൻ? ആവശ്യക്കാർക്ക് ഉള്ളതിൽ നിന്നും അല്പം, കർത്താവിൻ്റെ കണക്കിൽ ഉള്ളതിൽ പകുതി പങ്കുവയ്ക്കുവാൻ തയ്യാറാകുന്ന ഒരു ധാരാളി. 2 ഉള്ളവൻ 1 കൊടുക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ കർത്താവ്, അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ കണ്ണുകളിൽ നാം ഒരു ധാരാളിയായി മാറുമ്പോൾ നമ്മിലില്ലാതാകുന്ന ഒരു ഭാവമുണ്ട്. ഞാൻ എന്ന ഭാവം, എനിക്കുള്ളത് എന്ന ഭാവം. കാരണം ഇപ്പോൾ എനിക്കുള്ളതെല്ലാം അവൻ തന്നത് മാത്രമാണ്. ഞാനൊന്നും ഈ നശ്വര ലോകത്തിൽ നിന്നും കൊണ്ടുപോകില്ല എന്ന തിരിച്ചറിവ് ധാരാളമായി നമുക്ക് തരുന്ന നമ്മുടെ കർത്താവ്. ആ നല്ല തിരിച്ചറിവിൽ ജീവിക്കുവാൻ സാധിക്കുന്നവരാകട്ടെ നാം ഓരോരുത്തരും എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.